ബ്രോ ഇത് 0 to 100 ഇൻ വാട്ട് ടൈം എന്നൊന്ന് പറയാൻ പറ്റുമോ? പ്രശ്നമാണോ? ഞങ്ങൾ റോൾ ചെയ്തോണ്ടിരിക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ എപ്പോഴും എക്സ്പെക്ട് ചെയ്യുന്നല്ലേ എല്ലായിടത്തും ബാരിക്കേഡ് വെച്ചിട്ടുള്ള ചെക്കിങ് വേണം. നിങ്ങളുടെ പുറകില് ഒരു വലിയ ക്രൗഡ് ഇങ്ങനെ വരികയാണ്. കുറെ കാർ സ്പോട്ടേഴ്സ് ഉണ്ട്, അവര് വഴി ഇൻഫർമേഷൻ സ്പ്രെഡ് ആവാണ് ചെയ്യണത്. ഇപ്പൊ നമ്മൾ ഏത് ഹോട്ടലിലാണ് ഏത് സ്ഥലത്താണ് നിൽക്കുന്നത് ഇതൊക്കെ ഇവര് So, let me introduce you to the new Chevrolet Corvette C7. So, ഈ എംബ്ലം കാണുമ്പോൾ തന്നെ നമുക്കറിയാം. സോ ദർ ഈസ് ലൈക്ക് ചെക്കൗട്ട് ഫ്ലാഗും ഉണ്ട് ആൻഡ് ഷെവർലയുടെ ഒരു ബാഡ്ജിങ്ങും ഉണ്ട്. ഇതിന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ ഫ്ലവർ ഓഫ് ലില്ലി എന്നാണ്. ഇതിൻ്റെ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് പീസ് ആൻഡ് പ്രോസ്പെറിറ്റി ആണ്. ആൻഡ് ദിസ് ഇസ് ലൈക്ക് ഒരു ഭയങ്കര ലക്ഷറി സെഗ്മെൻറ്റിൽ തന്നെയുള്ള ഒരു സ്പോർട്സ് കാറാണ്. ഇതിൻ്റെ ലെറ്റ്സ് ഹാവ് എ ലുക്ക് അറൗണ്ട് അല്ലേ. എല്ലാ ഒരു സ്പോർട്സ് കാറിൻ്റെ എല്ലാ ഡെഫിനിഷനും അതുപോലെ പെർഫെക്റ്റ് ചെയ്തിട്ടുള്ള ഒരു എയറോ ഡൈനാമിക് ഡിസൈനാണ് ഈ കാറിൻ്റെ സ്പെഷ്യാലിറ്റി. ആൻഡ് ഇറ്റ്സ് എ ബ്ലാക്ക് ബ്യൂട്ടി, ഒരു ബ്ലാക്ക് ബീസ്റ്റ് ആണ് ഇവൻ. ആൻഡ് ഇത് ടയേഴ്സ് നോക്കുകയാണെങ്കിൽ ഐ തിങ്ക് ഇറ്റ്സ് ദ 19 inch ടയേഴ്സ് ഇൻ ദ ഫ്രണ്ട് ആൻഡ് ദ 21 അറ്റ് ദ റെയർ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഡിസൈനർ സ്ട്രക്ചർ തന്നെ നമുക്ക് കാണാം. റെഡി ടു റേസ് അല്ലെങ്കിൽ ഞാൻ കുതിക്കാൻ റെഡിയാണ്, ആ ഒരു മാനറിസമാണ് ഇവൻ ഓൾറെഡി നൽകുന്നത്. ബീസ്റ്റ് ഫോർ എ റൈഡ്. അപ്പോൾ കൂടുതൽ ഇനി വിശേഷങ്ങൾ റൈഡിൽ. ലെറ്റ്സ് സ്റ്റാർട്ട് ഓഫ് വിത്ത് ദ ഇഗ്നിഷൻ. മാൻ സാധനമാണ് കേട്ടോ. ഞാനിന്ന് ഞങ്ങൾ ഫുൾ ഇത് ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു ബാസ്ക്കറ്റിൽ ഇരുന്നിട്ട് വരെ എനിക്കതിൻ്റെ റേവിൻ്റെ ആ ഒരു സൗണ്ട് ഇങ്ങനെ എന്താ പറയുക ലെറ്റ്സ് ഗോ എന്നുള്ള ഒരു സ്പിരിറ്റാണ് എനിക്ക് കിട്ടുന്നത്. ഓസം. അങ്ങനെയാണെങ്കിൽ നമുക്കിതാ ജസ്റ്റ് മൂവി. എനിക്കിതാ ഈ വണ്ടി ഒന്ന് ഓടിക്കുന്നത് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളെ ഇവിടുത്തെ സിസ്റ്റം അല്ലെങ്കിൽ ഇവിടുത്തെ നിയമങ്ങൾ അമേസിങ്. ഡോർ ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു മുഴക്കം ഉണ്ടല്ലോ എഞ്ചിൻ്റെ എന്നുള്ള അറിയും, അത് നമുക്ക് ശരിക്കും കേൾക്കാൻ പറ്റും കേട്ടോ. പക്ഷെ അമേസിങ് ആണ് ലെഗ് സ്പേസ്, നമ്മുടെ ഒരു സീറ്റിംഗ് പൊസിഷൻ. ചെറിയൊരു പേടിയായിരിക്കും, കുഴപ്പമില്ല. മീൻസ് ലൈക്ക് വണ്ടി ഫുൾ കൺട്രോളിലുള്ള ഒരു വണ്ടിയാണ്. ഇറ്റ്സ് ലൈക്ക് ഞാൻ പറഞ്ഞില്ല ഒരു റിയൽ ബീസ്റ്റാണ്. ആ ബീസ്റ്റ് നമ്മൾ കൺട്രോൾ ചെയ്തങ്ങ് ഓടിച്ചാൽ ഒന്നും ടെൻഷൻ ആവാനില്ല അല്ലേ. ഈ C7 ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഈ ഐ തിങ്ക് ഫോർ ദാറ്റ് പവർ, ആ ഒരു കൈൻഡ് ഓഫ് പവറിനും ആ ഒരു പെർഫോമൻസിനും വേണ്ടിയിട്ട് അവർ കുറേ റീഡിസൈനിങ് ആൻഡ് ഡിസൈനിങ് എല്ലാം നടത്തി വന്ന ഒരു മോഡലാണ് ഈ C7. C1 വാസ് ലൈക്ക് 1953 ഈ കോർവെറ്റ് അവരുടെ ഈ C സീരീസ് ഫസ്റ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് മുതൽ റിഫൈൻ ചെയ്ത് വന്ന് ദേ ഓൾവേസ് വാണ്ട് ടു ഹാവ് ദറ്റ് ഒരു പെർഫെക്ഷൻ വേണ്ടി ദേ വർ ട്രൈങ് ദെയർ ലെവൽ ബെസ്റ്റ്. അപ്പോൾ അതിൽ നിന്ന് റിഫൈൻ ചെയ്ത് വന്ന വണ്ടിയാണിത്. ആൻഡ് ഓൾസോ നമുക്ക് ഇതിൻ്റെ എക്സോസ് കാണാം, 4 എക്സോസ് ഉണ്ട് ആൻഡ് ബ്യൂട്ടിഫുള്ളി പ്ലേസ്ഡ്. ആൻഡ് കമ്മിങ് ബാക്ക് ഇത് തന്നെ ഇതിൻ്റെ ഒരു എയർ ഇൻടേക്കും അതിൻ്റെ ഒരു മസ്കുലർ ലുക്കും എവറിത്തിങ് മീൻസ് റൈഡ് മീ ആൻഡ് ടേക്ക് മീ ഫോർ എ ഹാർഡ് ഡ്രൈവ് എന്ന് എന്താ ഷൗട്ട് ചെയ്യുന്ന ഒരു വണ്ടിയാണിത്. സോ ദിസ് ഈസ് അനദർ ബ്ലാക്ക് ബ്യൂട്ടി. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ വണ്ടി ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് ബാംഗ്ലൂർ ആണെന്ന്. അത് ഈ അടുത്ത റീസൺ ഞങ്ങളൊന്ന് ബാംഗ്ലൂർ പോയായിരുന്നു. അപ്പൊ അവിടെ പോയപ്പോ അവിടുത്തെ വീഡിയോസ് കുറെ വൈറലായിരുന്നു. അത് ഈ ബാംഗ്ലൂർ എനിക്ക് മനസ്സിലാവാത്ത എന്താണെന്ന് അറിയാം ബ്രോ, ഈ ബാംഗ്ലൂർ നിങ്ങൾ എത്തിയത് എങ്ങനെ അറിയുന്നത്? കാരണം നിങ്ങളുടെ പുറകില് ഒരു വലിയ ക്രൗഡ് ഇങ്ങനെ വരികയാണ് നിങ്ങളെ ഫോളോ ചെയ്ത്. അപ്പോൾ അതെങ്ങനെയാണ്, ഹൗ ഡിഡ് ദാറ്റ് ഹാപ്പൻ, അത് എങ്ങനെയാ വരുന്നത് എന്നുള്ളതാണ്.
അവിടെ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ അവിടെ കുറെ കാർ സ്പോട്ടേഴ്സ് ഉണ്ട് ഇവിടെ നമ്മുടെ ഈ സെലിബ്രിറ്റി സ്പോട്ടേഴ്സ് പോലെ. അതെ കാർ സ്പോട്ടേഴ്സ് ആയിട്ട് തന്നെ ഉണ്ട്. കാരണം അപ്പൊ അവര് വഴി ഇൻഫർമേഷൻ സ്പ്രെഡ് ആവാണ് ചെയ്യണത്. നമ്മൾ ഏത് ഹോട്ടലിൽ ഏത് സ്ഥലത്താണ് നിൽക്കുന്നത് ഇതൊക്കെ ഇവര് ഗ്രൂപ്പ് വഴി സ്പ്രെഡ് ആവും. ഞങ്ങൾ ജസ്റ്റ് അന്ന് ഒരു 4:30 ആ ടൈമിൽ ഒന്ന് ചർച്ച് സ്ട്രീറ്റിൽ പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പൊ ആ ടൈമിൽ പോവാറായപ്പോഴത്തേക്കും അടിയിൽ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിന്റെ അടിയിലൊക്കെ ഫുള്ള് ക്രൗഡായിട്ട് ആൾക്കാർ വന്ന് നിൽക്കായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ക്രൗഡ് ആയിരുന്നെങ്കിൽ അവർ കുഴപ്പമില്ലായിരുന്നു, അവര് ഡീസെന്റ് ആയിട്ടുള്ള ഇത് തന്നെയായിരുന്നു. നമ്മുടെ ബാക്കിൽ ഇങ്ങനെ കുറെ ആൾക്കാർ കുത്തിപ്പിടിച്ച് വരും, കാണുമ്പോൾ ഭയങ്കര ഡേഞ്ചർ ആയിരുന്നെങ്കിലും ഇറ്റ് വാസ് ഓക്കെ. ഇന്ത്യയിൽ വളരെ റെയർ ആയിട്ട് മാത്രമാണ് ഈ സീരീസിലുള്ള കാസ് എനിക്ക് ഒന്ന് കാണാൻ കഴിയുന്നത്, എസ്പെഷ്യലി C7 ഒക്കെ. ഇതിപ്പോൾ ഒമാനിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ദേ ഹാവ് സ്പെഷ്യൽ പെർമിഷൻ ഇവിടെ ഇന്ത്യൻ റോഡ്സ് അടിക്കുക. ഇവിടെ ഇന്ത്യൻ റോഡ്സിൽ ഓടിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ എന്താ പറയുക പണിയൊന്നുമല്ല. ഇതിൻ്റെ സ്കേറ്റ്സ് ഒക്കെ എനിക്ക് തോന്നുന്നത് വളരെ സൂക്ഷിച്ച് വളരെ ശ്രദ്ധിച്ച് വേണം ഇത് കൊണ്ട് നടക്കാൻ. നമ്മളൊരു എന്താ പറയുക യു ഷുഡ് ടേക്ക് കെയർ ഓഫ് ഇറ്റ് ലൈക്ക് എ ബേബി, അങ്ങനെ തന്നെ വേണം പറയാൻ. പക്ഷേ ഇവൻ്റെ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ അങ്ങനെ കൊണ്ട് നടക്കുന്നതിലും ഒരു എന്താ പറയുക നമുക്ക് ഒരു വിഷമവും നമുക്ക് തോന്നില്ല. അമ്മ പെർഫോമൻസ് ആണ്. 400 bhp ആണ് ഇതിൻ്റെ പവർ യൂഷ്വലി. ബട്ട് ഇതിപ്പോൾ ട്യൂൺ ചെയ്തുകൊണ്ട് 600 വരെയാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു പവർ ഔട്ട് എന്ന് പറയുന്നു. ബാക്കിയെല്ലാം കുറച്ച് കൺഫ്യൂസിങ് ആണ്. ബിക്കോസ് സൂപ്പർ കാർസിന് നമ്മുടെ നാട്ടിലെ വണ്ടികളെ എക്സ്പെക്ട് ചെയ്യുന്ന പോലെയല്ല, കുറേ വയറുകളും കുറേ സ്വിച്ചുകളും ഉണ്ട്. ഇവിടെ ഷെവർലയുടെ ഒരു ബ്രാൻഡിങ് ഉണ്ട്. ആൻഡ് എനിക്ക് തോന്നുന്നു 450 bhp ആണ് ഇതിൻ്റെ ഒരു എഞ്ചിൻ പവർ ഡെലിവറി. ബട്ട് ഇത് ട്യൂൺ ചെയ്തുകൊണ്ട് ഇറ്റ് ഗോസ് അപ്പ് ടു 600 വരെ ഇതിൻ്റെ ഒരു പെർഫോമൻസ് ഉണ്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. വാവ്, ഒരു പക്ഷെ ഭയങ്കര സ്മൂത്തും ആണ് അല്ലേ ഡ്രൈവ്? സ്മൂത്ത് ആണ് ഡ്രൈവ് അല്ലേ? നമുക്കൊരു മാക്സിമം എത്ര കിലോമീറ്റർ വരെ ഇതിൽ പിടിച്ചിട്ടുണ്ട്? മാക്സിമം നമ്മളൊരു 280 ആ റേഞ്ച് 300 ആ റേഞ്ച് വരെ പോകും. നമ്മള് മാക്സിമം 270 ആ റേഞ്ച് വരെ പോയിട്ടുള്ളൂ. അങ്ങനെയാണ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രം വരെ പോയി വരുമ്പോഴത്തേക്കും എത്ര സ്പീഡ് ടിക്കറ്റ്സ് കിട്ടലുണ്ട് സാധാരണ? അല്ല, ഈ വണ്ടിക്ക് എനിക്ക് തോന്നുന്നു ഇവിടെ നാട്ടിൽ അങ്ങനെ സ്പീഡ് ടിക്കറ്റ്സ് നമുക്കധികം വരില്ല. ഇവിടെ ഫൈൻ ഒന്നും ഈ പുറത്ത് രജിസ്ട്രേഷൻ ആയതുകൊണ്ട് വരുന്നില്ല. ഓ, രക്ഷപ്പെട്ടു. ഞാൻ കണ്ടിട്ടുള്ള കോർവെറ്റ്സ് ഒക്കെ കൺവേർട്ടബിൾ ആണ്. അപ്പോൾ ഈ വണ്ടിയും കൺവേർട്ടബിൾ ആണ്. C7 ഇസ് ഓൾസോ കൺവേർട്ടബിൾ, പക്ഷേ മാനുവൽ കൺവേർട്ടബിൾ ആണ്. ഒരാളെ കൊണ്ട് നമുക്ക് പെട്ടെന്ന് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഡൗട്ട്ഫുൾ ആണ്. പക്ഷേ ഇത് വളരെ സെക്യൂർ ആയിട്ട് നമുക്ക് ഇവിടെ വെച്ചിട്ട് ഇതിവിടെ ലോക്ക് ചെയ്യാൻ പറ്റും അല്ലേ? ലോക്ക് ചെയ്താൽ നേരെ ഇതിലിരുന്ന് കഴിഞ്ഞാൽ അത് ലോക്ക് ആവും. എന്നിട്ട് നമുക്കിത് നേരെ നമുക്കിത് ഇങ്ങോട്ട് അടയ്ക്കുകയും ചെയ്യാം. ഇത് ഇപ്പോൾ ഇത് ഇയർ ആണ്? 2016 മോഡലാണ് അല്ലേ? ഇതിന്റെ ഷിഫ്റ്റേഴ്സിനെ കുറിച്ച് ഒന്ന് പറയാം. എനിക്ക് ഇത് എങ്ങനെയാണ്? ഇതിന്റെ പാഡൽ ഷിഫ്റ്റ് ആണ്. ഇത് പ്ലസ് എന്നുള്ളത് നമുക്ക് ഗിയർ അപ്പ് ചെയ്യാനും മറ്റേ മൈനസ് എന്നുള്ളത് ഡൗൺ ചെയ്യാനുള്ളതാണ്. നമുക്ക് നാട്ടിൽ മെയിൻ ആയിട്ട് മാനുവലിൽ ഈ വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ. ഓട്ടോമാറ്റിക്കലി ഇട്ട് കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് ഒരു നോർമൽ കാർ പോണ ഫീൽ നമുക്ക് വരുള്ളൂ. ആ ഒരു ഗ്രഡ് ഫീലിംഗ് വരുന്നെങ്കിൽ നമ്മൾ മാനുവൽ ഇട്ട് തന്നെ ഷിഫ്റ്റ് ചെയ്ത് പോകുമ്പോഴാണ് നമുക്ക് തോന്നുള്ളൂ. അതിന്റെ പവർ നമുക്ക് സ്റ്റിയറിംഗിൽ ഫീൽ ചെയ്യണം, ഹൗ പവർഫുൾ ദ വെഹിക്കിൾ ഈസ് അല്ലേ? ആൻഡ് ഓൾസോ ഇതിൽ ഈവൻ അമേസിംഗ് മ്യൂസിക് സിസ്റ്റം ആണ് അല്ലേ? ബോസിന്റെ പെർഫോമൻസ് സീരീസിലുള്ള സ്പീക്കേഴ്സ് ആണ് ഉള്ളത്. 0 to 100 in 2.8 seconds അല്ലേ? 2.8 seconds ആണ്. ഇറ്റ്സ് ലൈക്ക് അമേസിംഗ് മാൻ. ആ ഒരു പിടുത്തമുണ്ടല്ലോ. ഇറ്റ്സ് ലൈക്ക് ടേക്കിംഗ് ജസ്റ്റ് ലൈക്ക് ദാറ്റ്. ഇനി ഉള്ളിലേക്കൊന്ന് കയറി ഇരിക്കാൻ ഞാനൊന്ന് ട്രൈ ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് വെരി സ്മൂത്ത് മാൻ. ഇത് ഞാൻ എന്തിലാണ് ഇരിക്കുന്നത്? ഇറ്റ്സ് എ കോർവെറ്റ്. അടിപൊളി. ഇത് ഒരു എന്താ കോർവെറ്റ് എന്നുള്ള വാക്കിന് എനിക്ക് തോന്നുന്നു അതിനൊരു ബാസ്ക്കറ്റ് എന്നൊരു മീനിങ്ങും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെയാണ് ഞാനൊരു ചുറ്റും സറൗണ്ട് ചെയ്തൊരു ബാസ്ക്കറ്റിൽ ഇരിക്കുന്ന പോലെയാണ്. ആൻഡ് ഓൾ ദ കൺട്രോൾസ്, മീഡിയ കൺട്രോൾസ് ഇവിടെ ഉണ്ട്, ദ ഗിയർ ഷിഫ്റ്റർ ഇവിടെ ഉണ്ട്, ഓൺ ഓഫ് ഡിഫറെൻറ്റ് മോഡ്സ്, ദ പാഡൽ ഷിഫ്റ്റർ ആൻഡ് ഓൾസോ ദ സ്റ്റിയറിംഗ് വീലിലുള്ള ലോഗോ, അവരുടെ ലോഗോ അതുപോലെ ഒരു ഭയങ്കര എന്താ പറയുക, ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് നേരം ഓടിച്ചാൽ കൊള്ളാതെ എനിക്കുണ്ട്. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് വണ്ടർഫുൾ. ആൻഡ് ഓൾസോ ഇതുണ്ട്, ഇവിടെ ഷിഫ്റ്റേഴ്സ് ഇവിടെയാണ് ഉള്ളത്, ദ ആക്സിലേറ്റർ ആൻഡ് ദ ബ്രേക്ക്. ഇത് മാനുവൽ അല്ല, നമുക്ക് മാനുവലിൽ ഓടിക്കാം, ഓട്ടോമാറ്റിക്കലി ഓടിക്കാം അല്ലേ? നമുക്ക് മോസ്റ്റ് ആയിട്ട് മാനുവലിൽ ഓടിക്കുന്നതാണ് ബെറ്റർ. നാട്ടിലൊക്കെ നാട്ടിൽ മാനുവൽ ആയിരിക്കും. ഓട്ടോമാറ്റിക് ആയാൽ എനിക്ക് തോന്നുന്നത് ഒരു ക്ലോസ് റേഞ്ചിൽ വണ്ടി ഓഫ് ആവും അല്ലേ? പെട്ടെന്ന് ഇപ്പോൾ ഫ്രണ്ടിലേക്ക് ഗിയർ ഷിഫ്റ്റ് ആയി പോകും, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. നാട്ടിൽ മെയിൻ ആയിട്ട് മാനുവൽ ഓടിക്കാറ്. ഇത് 0 to 100 in what time എന്നൊന്ന് പറയാൻ പറ്റുമോ? 1 minute. ഞങ്ങൾ റോൾ ചെയ്തോണ്ടിരിക്കുക.
ഓക്കെ. അപ്പൊ ഇതാണ് നമ്മൾ എപ്പോഴും എക്സ്പെക്ട് ചെയ്യുന്നല്ലേ, എല്ലായിടത്തും ആൾക്കാർ വണ്ടി ആള് പോകുന്ന നിർത്തി ചേട്ടാ ഒരു ഫോട്ടോ എടുത്തോട്ടെ ഇല്ലെങ്കിൽ എന്താണ് എന്നുള്ളത്. അധികം നാട്ടിൽ ഈ ടൈപ്പ് വണ്ടി ഇല്ലാത്തതാണ്. ഇത് ആൾക്കാർക്ക് ഒറ്റയടിക്ക് കാണുമ്പോൾ ഇത് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല. ഇതിന്റെ ഒരു മൈലേജ് എങ്ങനെയാണ്? വാട്ട് ഈസ് ഇതിന്റെ മൈലേജ് അറൌണ്ട് മാക്സിമം 3 to 4 മാക്സിമം. അത് നമുക്ക് ഇവിടെ ഹൈ ഒക്ടേൻ ഫ്യൂൽ ആണ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, നോർമൽ ഫ്യൂൽ ഇതിൽ പറ്റില്ല. ഓ അത് ശരി. അപ്പൊ 1 ലിറ്റർ ഹൈ ഒക്ടേൻ പെട്രോൾ അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 3 കിലോമീറ്റർ പോവാം. അതായത് 3 to 4 അതായത് 1 ലിറ്റർ പെട്രോൾ നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി കടവരെ പോയി എന്തെങ്കിലും വാങ്ങി തിരിച്ചു തരാം. അതാണ് ഇതിന്റെ മൈലേജ് അല്ലേ? ഇന്ത്യയിൽ ഈ വണ്ടി ഇപ്പൊ നിലവിൽ കറന്റ് ഓൺലി 1 of 1 ആണ് ഈ വണ്ടി ഉള്ളത്. ഇത് ദുബായിൽ നിന്നാണ് കൂടുതലും വണ്ടികൾ വരുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. ദുബായ് രജിസ്റ്റേർഡ് ആയിട്ട് കുറെ വണ്ടികൾ ഇവിടെ ഓടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇത് ഒമാനിൽ ഇത് സെയിം പ്രോസസ് തന്നെയാണ്? എങ്ങനെയാണ്? ഒമാനിനും സെയിം പ്രോസസ് തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒമാനിൽ ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടി ഈസിയാണ്. ഒമാനിൽ എന്നാലും പൊതുവെ വണ്ടികൾ വരല് കുറവാണ്. മാക്സിമം മെയിൻ ആയിട്ട് ദുബായിൽ തന്നെയാണ് വരുന്നത്. പിന്നെ നമുക്ക് ഒമാനിൽ ഇപ്പൊ എന്റെ വണ്ടി ഇപ്പൊ ഇറക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്തത് ഷംനാദ് എന്നുള്ള ആളാണ്. ആള് ത്രൂ ആണ് ഞാൻ ഇപ്പൊ വണ്ടി കൊണ്ടുവന്നിരുന്നത്. അപ്പൊ അവര് എനിക്ക് നാട്ടിലെ ഫുള്ള് ക്ലിയറൻസും കാര്യങ്ങളും എല്ലാം ചെയ്ത് നേരെ പോയി വണ്ടി കിട്ടുമായിരുന്നു ചെയ്തത്. പിന്നെ ഷിപ്പ് ചെയ്തിട്ട് മാക്സിമം ഒരു 8 ഡേയ്സിലായിട്ട് എനിക്ക് ഇവിടുന്ന് വണ്ടി കിട്ടി. ഈ വണ്ടി കൊണ്ട് റോഡിൽ ഇറങ്ങിയാലുള്ള എന്താ പറയാ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. പക്ഷെ എല്ലാവരുടെയും ഒരു ഐ ക്യാച്ചിങ് വെഹിക്കിൾ ആണ് അല്ലേ? കാരണം ഇപ്പോഴത്തെ എനിക്കൊന്നും ഇന്ത്യൻ റോഡ്സിൽ നമ്മളിപ്പോൾ ഈ ഫെറാറി ലംബോർഗിനിയൊക്കെ വളരെ കോമൺ ആണ്. കൊച്ചിക്കാർ ഇഷ്ടംപോലെ കാണുന്നതാണ് വണ്ടികൾ. പക്ഷേ കോർവേറ്റ് ഒരു അങ്ങനെ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു വണ്ടി അല്ലെങ്കിൽ കൊണ്ടുവരുന്ന ഒരു വണ്ടിയാണ്. അതൊരു റെയർ വെഹിക്കിൾ ആണ്. അപ്പം അതിന്റെ ഒരു എന്താ പറയാ ഫാസിനേഷൻ കാണുന്ന എല്ലാവർക്കും ഉണ്ട്. അപ്പൊ എനിവേ ബ്യൂട്ടിഫുൾ വെഹിക്കിൾ. അങ്ങനെ കോർവെറ്റിൽ ഒരു സൂപ്പർ റൈഡ് കഴിഞ്ഞ് വന്നൊരു സാറ്റിസ്ഫാക്ഷനിലാണ് ഞാൻ. അമേസിങ് വെഹിക്കിൾ. അപ്പോൾ അനീസ് ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ ഞങ്ങൾക്ക് ഈ ഓപ്പർച്യൂണിറ്റി തന്നതിന്. ഇനി കുറേ വെഹിക്കിൾസ് മറ്റേ ഗരാജിലുണ്ട്. ഓരോന്നോരോന്നായിട്ട് ഒമാനിൽ നിന്ന് ഇറക്കുമ്പോൾ ഞങ്ങൾക്ക് ഓരോ റൈഡ് തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാം നന്നായിട്ട് തന്നെ വരട്ടെ. അപ്പോൾ എന്താ പറയുക, ഈ വണ്ടി കൊണ്ട് കേരള റോഡുകൾ ഒളിക്കൂ. അപ്പോൾ താങ്ക് യു സോ മച്ച്.